കുറച്ച് കൊഞ്ച് കിട്ടി. അപ്പോൾ ആ കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കിട്ടിയതോ ഒരു കുഞ്ഞ് കൊഞ്ചാണ് കേട്ടോ. പക്ഷെ അത് നന്നാക്കിയെടുക്കാൻ കുറച്ച് പാട് വിട്ടു. നന്നാക്കി എല്ലാം വന്നു നോക്കുമ്പോൾ പിന്നെ ഈ ചെറുതായതിനെക്കൊണ്ടേ നന്നാക്കാൻ ഒരുപാട് സമയമെടുക്കും ചെയ്ത്, ഒരുപാട് പ്രയാസവും തോന്നി. കുറച്ച് വലുതൊക്കെയാണ് നമുക്ക് വേഗം നന്നാക്കി എടുക്കാമല്ലോ. അങ്ങനെയൊക്കെ നന്നാക്കി കഴിഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പാത്രം നിറയെ ഉണ്ടായില്ല, അത് ഇത്രത്തോളേ ഉള്ളൂ. പിന്നെ അത് നന്നാക്കിയതിന് ശേഷം ഉള്ളിയും തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ വഴറ്റിയെടുത്തു. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മസാല രൂപത്തിലാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇവിടെ നന്നായിട്ട് വേവണം കൊഞ്ച്. അപ്പോൾ ഞങ്ങൾ കുക്കറിൽ ഒരു 2-3 പ്രാവശ്യം 2-3 വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിലേക്ക് ഒഴിച്ച് ഇതാ ഈ രൂപമായി. അപ്പം കുറച്ചൊരു മസാല കൂടുതലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ്. പിന്നെ അപ്പോൾ ഞങ്ങളുടെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ അരച്ച് വയ്ക്കാം. തേങ്ങ അരക്കുന്നതിനെക്കാട്ടും കൂടുതലിഷ്ടം ഇതേപോലെ വറ്റിച്ച് വയ്ക്കുന്നതാണ് കൂടുതലിഷ്ടം.